വാർത്തകളിലേക്ക്. ഡാർക്ക് നെറ്റ് ലഹരിക്കേസിലെ മുഖ്യപ്രതി എഡിസൺ ബാബുവുമായി ബന്ധമുള്ള വിദേശ മലയാളികളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ച NCB. കൂടുതൽ ചോദ്യം ചെയ്യലിനായി ചെന്നൈ, ഹൈദരാബാദ് NCB യൂണിറ്റുകളും കൊച്ചിയിലേക്ക് എത്തും. ഓസ്ട്രേലിയയിലേക്ക് ലഹരിക്കടത്തിയ കേസിൽ അറസ്റ്റിലായ ഡിയോളിന്റെ ഭാര്യ അഞ്ജു ഡേവിസിനെയും കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, എങ്ങനെയാണ് നിലവിലത്തെ അന്വേഷണം പുരോഗമിക്കുന്നത്? വലിയ രീതിയിലുള്ളൊരു അന്വേഷണം വ്യാപിപ്പിക്കുക എന്നുള്ള ഒരു പ്രധാന നിർദ്ദേശമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് നിശാ പാർട്ടികളടക്കം നടക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. ഒരു മയക്കുമരുന്നുകളുടെ ഒരു ഹബ്ബായി കൊച്ചി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാപകമായ ഒരു പരിശോധനയാണ് എല്ലാ ഇടങ്ങളിലും നടത്തുന്നത്. ഇതിൽ തന്നെ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പരിശോധന വ്യാപിപ്പിക്കുന്നതിനൊപ്പം തന്നെ നിലവിൽ പിടിയിലായിട്ടുള്ളവരെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ തേടിക്കൊണ്ട് ഇവരുടെ അടിവേരുകൾ തേടിയുള്ള കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൂടുതൽ ആളുകളിലേക്ക്, പ്രത്യേകിച്ച് വിദേശ മലയാളികളിലേക്ക് അടക്കം ഈ അന്വേഷണം മാറുന്നത്. രാജ്യത്തിന് അപ്പുറത്തേക്ക് ഈ മുഖ്യ കണ്ണികൾ ഉണ്ട് എന്നുള്ള ഒരു സൂചനകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൊച്ചിയെ സംബന്ധിച്ചോളം വലിയൊരു ഞടുക്കമുണ്ടാക്കിയ ഒരു കേസ് തന്നെയായിരുന്നു. കാരണം അത്തരം ഒരു വലിയ പ്രതിസന്ധിയിലൂടെയായിരുന്നു ഈ അന്വേഷണം ആദ്യഘട്ടത്തിൽ മുന്നോട്ട് പോയത്. കൃത്യമായി തന്നെ തെളിവുകളൊക്കെ തന്നെ ശേഖരിക്കുന്നതിനൊക്കെ തന്നെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. എന്തായാലും കൂടുതൽ ആളുകളിലേക്ക്, വിദേശ മലയാളികളിലേക്ക് അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യും. അതോടൊപ്പം തന്നെ കൂടുതൽ യൂണിറ്റുകൾ കൊച്ചിയിലേക്ക് എത്തി ഈ അന്വേഷണം വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ്, രാജ്യമൊന്നാകെ ഈ ഒരു അന്വേഷണം വിപുലീകരിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഇപ്പോഴുള്ള നടപടി. വിഷ്ണു, ശരി. അരുൺ കൊടുങ്ങൂരാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.